ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5,80,000 രൂപ ഓൺ റോഡ് പ്രൈസിന് ഒരു പുത്തൻ ഹ്യൂണ്ടായി കാർ, അതാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ ഈ ബേസ് വേരിയന്റ്. ഈ വാഹനത്തിന് എക്സ്ഷോറൂം പ്രൈസ് തന്നെ 5,55 വരുന്നുണ്ട്. 2025 മാനുഫാക്ചർ ചെയ്ത കുറച്ച് ബേസ് വേരിയന്റ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് പോപ്പുലർ ഹ്യൂണ്ടായിൽ അവൈലബിൾ ആണ്. ആ വാഹനമാണ് എല്ലാ ഓഫറുകൾക്ക് ശേഷം നിങ്ങൾക്ക് 5,80,000 രൂപ അല്ലെങ്കിൽ 85,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റുക. ആ വാഹനങ്ങൾക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. വെറും 35,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. മന്ത്ലി EMI നോക്കുകയാണെങ്കിൽ 9,000 രൂപ താഴെയാണ് EMI വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഹ്യൂണ്ടായി എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇതിപ്പോ ഒരു ബേസ് വേരിയന്റ് ആണ്. എന്തെല്ലാം ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മിഡ് വേരിയന്റ് ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ആക്സസറീസിന്റെ പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ബേസ് ഇറ വേരിയന്റിന്റെ എക്സ്ട്രീം എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എല്ലാ വേരിയന്റുകൾക്കും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു ബേസ് വേരിയന്റ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിന്റെ ഈ ഒരു ഗ്രില്ലിന്റെ പോർഷൻസ് എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പൊ സ്പോർട്ട് വേരിയന്റ് ഒക്കെ തൊട്ട് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് അത് ലഭിക്കുന്നത്. ടോപ്പിൽ നമുക്ക് ഹ്യൂണ്ടായുടെ ലോഗോ കാണാം. ഹെഡ് ലൈറ്റ് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ ഒരു പാർക്ക് ലൈറ്റും കാണാനായിട്ട് വരും. ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നോർമൽ I20 സ്പോർട്ട് വേരിയന്റിലേക്ക് ഒരു ട്രൈ ആരോ ഷേപ്പിലുള്ള ഫോഗ് ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 165 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 14 ഇഞ്ച് വീൽസ് ആണ് ഇതിന്റെ ബേസ് വേരിയന്റുകളിൽ വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ 15 ഇഞ്ച് വീൽസ് കാണാം. ഇത് 165 70R14 ആണ് ടയർ സൈസ് വരുന്നത്. അതൊരു സിൽവർ ഫിനിഷിലുള്ള സ്റ്റീൽ വീലുകൾ കൊടുത്തിരിക്കുന്നു. അടുത്ത് ഹ്യൂണ്ടായുടെ ഒരു ലോഗോ കാണാം. ഫെൻഡേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, അത് ഹാലജനാണ്. നമുക്ക് മിറേഴ്സും ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഫിനിഷിലാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് 2,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ആന്റിന പോലും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. നമ്മളുടെ ബി പില്ലറും സി പില്ലറും എല്ലാം നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നോർമൽ I20 ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്ട് വേരിയന്റ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ആ വീൽ സൈസ് തന്നെയാണ്. കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. എല്ലാ വേരിയന്റുകളുടെയും ലുക്ക് സിമിലർ ആണ്. ബാക്കിൽ ഇതിലും നമുക്ക് ആ LED ടൈൽ ലൈറ്റ് കാണാം. അതിന്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് വരുന്നുണ്ട്. ആ ഒരു കണക്റ്റഡ് ലൈറ്റ് പോലെ ഫീൽ ചെയ്യുന്ന റെഡ് ഇൻസൈറ്റ് അല്ലെങ്കിൽ റിഫ്ലക്ടേഴ്സ് നമുക്ക് ഇതിലും കാണാനായിട്ട് പറ്റും. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷർ ഡിഫോർ ഒന്നും വരുന്നില്ല. നമുക്ക് ബാക്കിലേക്ക് സ്പോയിലർ ഒന്നും കൊടുത്തിട്ടില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. നിയോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കും. ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന് കാണാം. വേറെ വേരിയന്റിന്റെ ബാഡ്ജിങ് കാര്യങ്ങളും തന്നെ ഇതിനകത്ത് വരുന്നില്ല. ബാക്കിലേക്ക് 2 റിഫ്ലക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 പാർക്കിംഗ് സെൻസേഴ്സും ബാക്കിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ബേസ് വേരിയന്റിലും ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകൾ കാണാനായിട്ട് പറ്റും. ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 260 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. വേറെ ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്പെയർ വീൽ ആ സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ സ്പെയർ വീലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അകത്തേക്ക് നോക്കുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ I20 നിയോസിന്റെയും ഇന്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളും എക്സാക്ട് സിമിലർ ആണ്. ഇപ്പൊ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ 2 ഡോറിനാണ് പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. അത് ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അടുത്ത ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് മാനുവലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് സ്പീക്കർ ഗില്ല് കാണാൻ സ്പീക്കേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വശങ്ങളിൽ ഒരു ലെതർ ഫിനിഷും അകത്ത് ഒരു ഫാബ്രിക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫിക്സഡ് ഹെഡ് റെസ്റ്റോടുകൂടിയ സീറ്റുകളാണ് I10 വരുന്നത്. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഒരു ഫ്ലിപ്പ് കീ ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് ഒരു നോർമൽ കീയുമാണ് കൊടുത്തിരിക്കുന്നത്. നിയോസ് ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്റീരിയറിൽ പക്ക ഒരു ബേസ് വേരിയന്റിന്റെ ഫീൽ തന്നെയാണ് വരുന്നത്. അതിന് കാരണം നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറ, 4 സ്പീക്കേഴ്സ് 15,000 രൂപയ്ക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. സ്റ്റിയറിംഗ് വീല് എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഈ ഒരു ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് നോർമലി എല്ലാ വേരിയന്റിലും കാണുന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. അതിനകത്ത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി പിന്നെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന്റെ ബാക്ക് ലൈറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്.
അതിന് താഴെ നമുക്ക് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒന്നും തന്നെ വരുന്നില്ല. അതിന് താഴെ നമുക്ക് AC വെൻസ് കാണാം. അതിനകത്ത് സിൽവർ ടച്ച് വരുന്നുണ്ട്. മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. 2 കപ്പ് ഹോൾഡേഴ്സിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സെന്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സീറ്റ് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ ഒരു വൈറ്റ് ഫിനിഷിൽ വശങ്ങളെല്ലാം ലെതർ ഫിനിഷോട് കൂടിയ ഫിക്സഡ് ഹെഡ് റെസ്റ്റുള്ള സീറ്റുകളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാപ് ഫ്രണ്ട് കാണാം. കോഡ്രൈവേഴ്സുകൾ, സൺവൈസസ്, മിറർ കാര്യങ്ങളൊന്നും വരുന്നില്ല. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ഒന്നുമല്ല, വെറുതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കോൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ പ്രത്യേകിച്ച് യാതൊരു കൺട്രോൾസും വരുന്നില്ല. നമ്മുടെ പവർ വിൻഡോ ഒക്കെ പഴയ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. 2 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് സീറ്റിന്റെ ഡിസൈൻ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 9 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 2 വശത്തും ഗ്രാബ് ഹാൻഡിൽ കാണാം. പാർസൽ ട്രേ ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റ് ലുക്കിലൊക്കെ ഈ വാഹനം നിങ്ങൾക്ക് ഈസിലി കൊണ്ടു നടക്കാനായിട്ട് പറ്റും. നിയോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റിൽ വരുന്നില്ല. ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്ന എഞ്ചിനാണ് ഇതിന്റെ ഹൈലൈറ്റ്. സെഗ്മെന്റിൽ ഒരേ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്ന ഒരു വാഹനമാണ് നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. മറ്റ് സ്വിഫ്റ്റ് നോക്കിയാലും നമ്മുടെ ടിയാഗോ നോക്കിയാലും ഒക്കെ നമുക്ക് കിട്ടുന്നത് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. വളരെ സൈലന്റ് ആയിട്ട് വളരെ ക്വയറ്റ് ആയിട്ടുള്ള നല്ല ഓടിക്കാൻ നല്ല രസമുള്ള ഹ്യുണ്ടായുടെ സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് ആയതാണ് നിങ്ങൾ കേട്ടത്. അകത്തേക്ക് പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കുന്നില്ല. വളരെ സൈലന്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. പലരും ഈ വാഹനത്തിന് ഇഗ്നിസുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം. ഇഗ്നിസ് ശരിക്കും ഒരു മൈക്രോ SUV സെഗ്മെന്റിലുള്ള ഒരു വാഹനമാണ്. അതിലും ഫാർ ബെറ്റർ ആയിട്ടുള്ള റൈഡിങ് കംഫോർട്ട് തരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. ഒരു 17 മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ വാഹനം എടുത്തിട്ട് നിങ്ങൾ അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 5,85,000 രൂപ ഒക്കെയാണ് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒരു 6.5 അല്ലെങ്കിൽ 6.10 കൊടുത്ത് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഒക്കെ ഷോറൂമിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കിൽ ഡീസന്റ്ലി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റൺ നിയോസ്. പ്രൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതിനെല്ലാ ഓഫറുകൾക്ക് ശേഷം 2025 മാനുഫാക്ചർ ചെയ്ത വാഹനം നിങ്ങൾക്ക് 5,90,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇതിൽ ഡൗൺ പേയ്മെന്റ് വരുന്നത് വെറും 35,000 രൂപയെ വരുന്നുള്ളൂ. ഡൗൺ പേയ്മെന്റ് 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 9,000 രൂപ താഴെയാണ് നിങ്ങൾക്ക് മന്ത്ലി അളവ് വരുന്നുള്ളൂ. അതായത് ഒരു 2 വീലറൊക്കെ കൊണ്ടു നടക്കുന്നവർക്ക് ഈസിലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അല്ലെങ്കിൽ ഒരു കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്കും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വാഹനം തന്നെയാണ് നമ്മുടെ ഗ്രാൻഡ് ഐറ്റൺ നിയോസിന്റെ ഈ ഒരു ബേസ് വേരിയന്റ്. ഇപ്പോൾ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ്. നമുക്ക് നല്ലൊരു എഞ്ചിൻ കിട്ടുന്നുണ്ട്. ഒരു നല്ലൊരു സർവീസ് കാര്യങ്ങളും ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. എടുത്തു പറയേണ്ട കാര്യം വളരെ ലിമിറ്റഡ് നമ്പേഴ്സാണ് 2025 മാനുഫാക്ചർ ചെയ്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. 3-4 എന്തോ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഒരു പുത്തൻ സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ നോക്കുന്നുണ്ട്, എന്നാൽ ആ ഒരു ബഡ്ജറ്റിന് പുത്തൻ കാറ് വേണം, ആ ഒരു പുത്തൻ കാറിന്റെ അതേ ഫീൽഡിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാൻഡ് ഐറ്റൺ നിയോസ് കൺസിഡർ ചെയ്യാം. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.